എല്ലാവർക്കും നമ്പർ കോർണർ കോച്ചിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രീ ബോഡി ഡയഗ്രാംസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായി പരിഗണിക്കുക. അതുപോലെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു ഫ്രീ ബോഡി ഡയഗ്രാംസ്. എന്താണ് ഫ്രീ ബോഡി ഡയഗ്രാംസ് എന്ന് പറയുന്നത്? ഫ്രീ ബോഡി ഡയഗ്രാം, ഓൾസോ നോൺ ആസ് FBD, ഇൻഡിക്കേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻസ് ഓഫ് ഫോഴ്സസ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം. അതായത് ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡിനെയും ഡയറക്ഷനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡയഗ്രത്തിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാണുന്ന ചിത്രം ഒരു ഫ്രീ ബോഡി ഡയഗ്രാം ആണ്. ഈ ഒരു ബോക്സിൽ കാണിക്കുന്ന ഈ ഒരു ഭാഗം, ഇതാണ് നമ്മുടെ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെയാണ് നമ്മളിവിടെ ഈ ലൈൻ വരച്ച് കാണിച്ചിരിക്കുന്നത്, ഈ ആരോ മാർക്കൊക്കെ ഇട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ എണ്ണം എത്രയാണ്? 4 ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു ഫോഴ്സ്, ഈ ഒരു ഫോഴ്സ്, ഈ ഒരു ഫോഴ്സ്, ഈ ഒരു ഫോഴ്സ്. ഇനി എന്തൊക്കെയാണ് ഈ 4 ഫോഴ്സുകൾ റെപ്രസെന്റ് ചെയ്യുക? നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫോഴ്സിനെ നോക്കാം. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് നോർമൽ ഫോഴ്സ് ആണ്. നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു സർഫസിൽ വെച്ചിരിക്കുന്ന ഏതൊരു ഒബ്ജക്റ്റിനെയും ആ ഒരു സർഫസ് കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു സർഫസ് ആണ്. ആ സർഫസിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് ആണ് ഈ ഒരു ബോക്സ്. ആ ബോക്സിനെ ഈ സർഫസ് മുകളിലോട്ട് പുഷ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ഫോഴ്സ്. ഓർത്തിരിക്കുക, നോർമൽ ഫോഴ്സ് ആണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഫോഴ്സ് എഫ് അപ്ലൈഡ്. എഫ് അപ്ലൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ഫോഴ്സിൽ ഞാൻ കൊടുത്ത ഫോഴ്സ് ആണ്. ഈ ഒരു സിസ്റ്റത്തിൽ ഞാൻ കൊടുത്ത ഫോഴ്സിനെയാണ് ഞാൻ എഫ് അപ്ലൈഡ് എന്ന് വിളിക്കുന്നത്. എഫ് അപ്ലൈഡ് എന്ന് പറയുന്ന ഫോഴ്സ് ആണ് ഇത്. ഞാൻ ഇതിനെ ഇങ്ങോട്ട് വലിക്കുകയാണ്, എന്റെ റൈറ്റ് സൈഡിലേക്ക് ആ ബോക്സിനെ ഞാൻ വലിക്കുകയാണ്. അപ്പോൾ ഞാൻ കൊടുത്ത ഫോഴ്സ് ആണ് എഫ് അപ്ലൈഡ്. ഇനി ഏതൊരു ഒബ്ജക്റ്റിനുമുള്ള വേറൊരു ഫോഴ്സ് ആണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അതായത് അതിന്റെ വെയിറ്റ് അതിനെ താഴോട്ട് നിൽക്കുന്നു. അതിന്റെ വെയിറ്റ് ഇപ്പൊ ഈ ഒരു സിസ്റ്റം നോക്കുക. ഈ ഒരു സിസ്റ്റത്തിന്റെ വെയിറ്റ് താഴോട്ടാണ്. ആ താഴോട്ടുള്ള ആ ഒരു ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എഫ് ഗ്രാവിറ്റി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫോഴ്സ്. അത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി നാലാമത്തെ ഫോഴ്സ് എഫ് ഫ്രിക്ഷണൽ. ഈ ഒരു സർഫസ് ഫ്രിക്ഷൻലെസ് അല്ല, ഈ ഒരു സർഫസിൽ ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്ന ഈ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കും. ആ ഒരു ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എഫ് ഫ്രിക്ഷൻ. ഞാൻ കൊടുത്ത ഫോഴ്സ്, അതായത് ഞാൻ കൊടുത്ത ഫോഴ്സ് ഇങ്ങോട്ടാണുള്ളത്, എന്റെ റൈറ്റ് സൈഡിലേക്കാണ്. പക്ഷെ ഞാൻ കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിനെ എതിർത്തുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്ന നാലാമത്തെ ഫോഴ്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാമത്തിന്റെ ഒരു എക്സാമ്പിൾ. നമ്മളിനി ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് ഫ്രീ ബോഡി ഡയഗ്രാംസിനെ പറ്റി കൂടുതൽ പഠിക്കും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്ടന്റെ 3 ലോകളെ പറ്റിയാണ്. ആ ന്യൂട്ടൺസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോ കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാംസിൽ ശരിയായിട്ട് ഉത്തരങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഈ 3 ലോസും നമ്മൾ ആ ഒരു ഫ്രീ ബോഡി ഡയഗ്രത്തിൽ അപ്ലൈ ചെയ്യേണ്ട അവസ്ഥകൾ വരും. ഓക്കെ, നമുക്ക് ആദ്യത്തെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ states that if a body is at rest or moving at a constant speed in a straight line, it will remain at rest or keep moving in a straight line at a constant speed unless it is acted upon by a force. This postulate is known as law of inertia. അതായത് ഒരു ഒബ്ജക്റ്റ്, ഒരു ബോഡി, ആ ഒരു ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ അത് വെറുതെ ഇരിക്കുകയാണെങ്കിലും വെറുതെ വേണമെങ്കിലും അത് ഇരിക്കാം, മൂവ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം, മൂവ് ചെയ്യാത്ത ഒരു കേസ്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഈ ഒരു ഒബ്ജക്റ്റ് വെറുതെ ഇരിക്കുന്നു. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അതുപോലെ ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ അതിന് ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഇല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് അനുഭവപ്പെടില്ല. കാരണം ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ ആണ്. കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി ചേഞ്ച് ഇല്ല, അപ്പോൾ ആക്സിലറേഷൻ സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് കേസിലും ഈ ഒരു
ഈ രണ്ട് കേസിലും ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അനുസരിച്ച് നമുക്ക് പറയാം അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. ഫോഴ്സ് 0 ആയതുകൊണ്ട് നമുക്ക് പറയാം അവിടെ ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഫോഴ്സ് 0 ആണെങ്കിൽ ആക്സിലറേഷൻ 0 ആണ്. ആക്സിലറേഷൻ 0 ആണെങ്കിൽ ഫോഴ്സും 0 ആണ്. ഓക്കെ, ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the rate of change of momentum of an object is directly proportional to the force applied, or for an object with the constant mass, the net force on an object is equal to the mass of that object multiplied by the acceleration. അതായത് ഇപ്പോ ഒരു ഒബ്ജക്റ്റിനെ എടുക്കുക, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തുണ്ട്? അതിന് ആക്സിലറേഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ, അതിന്റെ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ അതിന്റെ ആ ഒബ്ജക്റ്റിന്റെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ നടത്തിയാൽ മതി. F ഈസ് ഈക്വൽ ടു ma. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് ആ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അവിടുത്തെ മാസ് കോൺസ്റ്റന്റ് മാസ് ആയിരിക്കണം, മാസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല, മാസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടു states that the rate of change of momentum of an object is directly proportional to the force applied. Force is equal to mass into acceleration. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നാണ്. അതായത് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, ഇതാണ് ആക്സിലറേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഈ ആക്സിലറേഷന് പകരം ഞാൻ v/t എന്നിട്ട് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഫോഴ്സ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു v/t എന്ന് കിട്ടും അല്ലേ? ഇത് നമുക്കറിയാം മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മൊമെന്റം p ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഈ mക്ക് പകരം എനിക്ക് മൊമെന്റം എന്ന് കൊടുക്കാമല്ലോ. മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം എന്ന് കിട്ടി ഫോഴ്സ്. അപ്പോൾ സെക്കൻഡ് ലോ അനുസരിച്ച് നമുക്ക് പറയാം the rate of change of momentum of an object is directly proportional to the force applied. അതായത് rate of change of momentum divided by time is directly proportional to the force applied. എന്താണ് ന്യൂട്ടൺസ് തേർഡ് ലോ? The third law states that when one object exerts a force on a second object, that second object exerts a force that is equal in magnitude and opposite in direction on the first object. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇപ്പോ ഇതൊരു ടേബിൾ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഈ ടേബിളിൽ ഞാനൊരു ബുക്ക് വെക്കുന്നു. ഇതൊരു ബുക്കാണ്. ഈ ടേബിളിൽ ഞാൻ വെക്കുന്നു ഒരു ബുക്ക്. അപ്പോൾ ആ ടേബിള് ആ ബുക്കിനെ മുകളിലേക്ക് പുഷ് ചെയ്യും. ആ പുഷ് ചെയ്യുന്ന ഫോഴ്സ് ആണ് നോർമൽ ഫോഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ബുക്ക് താഴോട്ട് കൊടുക്കുന്ന ഫോഴ്സ് ആണ് F, അതിന്റെ വെയിറ്റ് F ഗ്രാവിറ്റി, അതായത് m ഇൻറ്റു g. അപ്പോൾ ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ച് ഈ മുകളിലേക്ക് കൊടുക്കുന്ന ഈ n എന്ന് പറയുന്ന ഫോഴ്സും താഴേക്ക് കൊടുക്കുന്ന mg എന്ന ഫോഴ്സും ഈക്വൽ ആയിരിക്കും. അതായത് n ഈസ് ഈക്വൽ ടു mg. അത് രണ്ടും ഈക്വൽ ആയിരിക്കും അതിന്റെ മാഗ്നിറ്റ്യൂഡില്, പക്ഷെ ഡയറക്ഷനിൽ അത് ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരെണ്ണം മുകളിലേക്കാണ് പോകുന്നത്, മറ്റൊരെണ്ണം താഴേക്കാണ് പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. A block of mass capital M is pulled on a smooth horizontal table by a string making an angle theta with the horizontal line. If the acceleration of the block is A, find the force applied by the string and by the table N on the block. അപ്പൊ നമ്മളോട് by the table on the block, n എന്നുള്ളത് വേണ്ട. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. A block of mass capital M is pulled on a smooth horizontal table by a string making an angle theta with the horizontal. If the acceleration of the block is A, find the force applied by the string and by the table on the block. അപ്പൊ ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? നമുക്ക് ആദ്യം ഒരു ഡയഗ്രാം വരച്ച് നോക്കാം. അപ്പോൾ ഒരു സർഫസിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ആ ബ്ലോക്കിന്റെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസ്. ഈ ഹൊറിസോണ്ടൽ ആക്സിസിന് ഒരു ആംഗിൾ തീറ്റ ഉണ്ടാക്കിയാണ് ഞാൻ ഇതിനെ വലിച്ചു കൊണ്ടുപോകുന്നത്. ഇതാണ് എൻ്റെ സ്ട്രിങ്. ഈ സ്ട്രിങ് വെച്ച് ഞാൻ അതിനെ വലിക്കുന്നു. അപ്പോൾ ആ സ്ട്രിങ്ങിൽ ഒരു ടെൻഷൻ ഉണ്ട്. അതൊക്കെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്ലൈഡ് ബൈ ദ സ്ട്രിങ്, അത് കണ്ടുപിടിക്കണം. അതുപോലെ ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഈ ഒരു ബ്ലോക്ക് ഓഫ് മാസ് ക്യാപിറ്റൽ എമ്മിനെ ഞാൻ
വലിക്കുകയാണ്. അപ്പം ഹൊറിസോണ്ടൽ ആക്സിസും ഞാൻ വലിക്കുന്ന സ്ട്രിങ്ങും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഞാനിവിടെ കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ സ്ട്രിങ്ങും ടേബിൾ ഈ ഒരു ബ്ലോക്കിൽ കൊടുക്കുന്ന ഫോഴ്സും ആണ് ഞാനിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ ഫോഴ്സുകളാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ എഴുതിയെടുക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ സിസ്റ്റം ബ്ലോക്കാണ്, ബ്ലോക്ക് ഓഫ് മാസ് എം ആണ് നമ്മുടെ സിസ്റ്റം. നമുക്കിവിടെ എഴുതാം എന്തൊക്കെ ഫോഴ്സുകളാണ് ഈ ഒരു ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ഏതൊരു ഒബ്ജക്റ്റിനെയും അതിന്റെ വെയിറ്റ് താഴോട്ടാണ്. അപ്പോൾ ഇവിടെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ എന്ത് ആക്ട് ചെയ്യുന്നു? അതിന്റെ വെയിറ്റ് ക്യാപിറ്റൽ എം ഇൻറ്റു ജി, മാസ് ഇൻറ്റു ഗ്രാവിറ്റി, എം ജി. അപ്പോൾ എം ജി എന്ന ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഡൗൺവേർഡ്സ്. നമ്മുടെ ഫസ്റ്റ് ഫോഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ ഫോഴ്സ് എന്താണ്? രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് നോർമൽ ഫോഴ്സ് ആണ്. നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് മുകളിലോട്ടാണ്. ഏതൊരു ഒബ്ജക്റ്റിനെയും അത് വെക്കുന്ന സർഫസ് മുകളിലേക്ക് പുഷ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ഫോഴ്സ്. അപ്പൊ നോർമൽ ഫോഴ്സ് എപ്പോഴും വെർട്ടിക്കലി അപ്വേർഡ് ആണ്, മുകളിലേക്കാണ്, വെർട്ടിക്കലി അപ്വേർഡ്. ഇനി മൂന്നാമത്തെ ഫോഴ്സ് എന്താ? മൂന്നാമത്തെ ഫോഴ്സ് ഈ ഫോഴ്സ് ആണ്. ഈ സ്ട്രിങ്ങിൽ ഞാൻ കൊടുക്കുന്ന പുള്ളാണ്. ഞാൻ സ്ട്രിങ്ങിനെ വലിക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് മൂന്നാമത്തെ ഫോഴ്സ്. പുൾ ഓഫ് ദ സ്ട്രിങ്, ടെൻഷൻ ആണത്. ടെൻഷൻ ഫോഴ്സിന്റെ സിമ്പിൾ ഞാൻ ടി എന്ന് എടുക്കുന്നു. പുൾ ഓഫ് ദ സ്ട്രിങ്, ക്യാപിറ്റൽ ടി, എലോങ് ദ സ്ട്രിങ്, അതായത് ഇങ്ങോട്ടാണ്, ഇതിലെയാണ് ടി വരുന്നത്, എലോങ് ദ സ്ട്രിങ്. അപ്പോൾ ഈ മൂന്ന് ഫോഴ്സുകളാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലായി. ഇനി നമ്മൾ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. എങ്ങനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം? ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ്. ഞാൻ എൻ്റെ ഒബ്ജക്റ്റിനെ ഒരു ചെറിയ ഡോട്ടായിട്ട് കാണിക്കുന്നു. ക്യാപിറ്റൽ എം മാസ് ഉള്ള എൻ്റെ ഒബ്ജക്റ്റ്. ഇനി അതിൽ ഏതൊക്കെ ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നത്? മുകളിലേക്കൊരു നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, താഴേക്കൊരു വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഭാഗത്തേക്ക് ക്യാപിറ്റൽ ടി ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ക്യാപിറ്റൽ ടിയും ഹൊറിസോണ്ടൽ ആക്സിസും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇത് വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫോഴ്സ് മാത്രമാണ്. ഈ ഒരു ഫോഴ്സിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമാണ് എക്സ് ആക്സിസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഈ വരുന്ന ഫോഴ്സിനെ നമ്മൾ ടി കോസ് തീറ്റ എന്ന് എടുക്കുന്നു. ആംഗിൾ ഇവിടെയാണ് വന്നത്, അപ്പോൾ ഇവിടെ നമ്മൾ ടി കോസ് തീറ്റ എന്ന് എഴുതുന്നു. അതുപോലെ ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് ടി കോസ് തീറ്റ. ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട് ടി സൈൻ തീറ്റ. അത് മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്, വെർട്ടിക്കലി അപ്വേർഡ് ആണ്. ഓക്കെ, ടി സൈൻ തീറ്റ, ടി കോസ് തീറ്റ. ടി കോസ് തീറ്റ മാത്രമാണ് എക്സ് ആക്സിസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അത്രയും കാര്യം നമുക്ക് മനസ്സിലായി. എക്സ് ആക്സിസിൽ ആക്ട് ചെയ്യുന്ന ടെൻഷന്റെ കമ്പോണന്റ്, അതായത് സ്ട്രിങ്ങിന്റെ ടെൻഷൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ടി കോസ് തീറ്റ എന്ന് കിട്ടി. ഇനി ഈ ടി കോസ് തീറ്റയെ നമ്മൾ എന്തുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ചോദ്യത്തിൽ കണ്ടു, ഞാൻ ഇതിനെ വലിക്കുകയാണ്. ഞാൻ ഇതിനെ എ ആക്സിലറേഷൻ എന്ന കണക്കിൽ ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ വലിക്കുകയാണ്, മുന്നോട്ട് വലിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ എടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ടി കോസ് തീറ്റ നമ്മൾ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം? മാസ് ഇൻറ്റു ആക്സിലറേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഈ ടെൻഷന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഞാൻ കൊടുക്കുന്ന ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അത് രണ്ടും സെയിം ആയിരിക്കും. ടി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഹൊറിസോണ്ടൽ ആക്സിസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളാണ് ഇവ രണ്ടും. വെർട്ടിക്കൽ ആക്സിസിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നത്? നോർമൽ ഫോഴ്സ് എൻ ആക്ട് ചെയ്യുന്നുണ്ട്, എം ജി ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഈ ഒരു ടി സൈൻ തീറ്റയും ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇതിന്റെ ഡയറക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എം ജി എന്ന് പറയുന്ന ഫോഴ്സ് താഴേക്കാണ്, ഡൗൺവേർഡ്സ് ആണ്. താഴേക്ക് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലാണ്. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഫോഴ്സ് കമ്പോണന്റ് ഓഫ് എം ജി എന്ന് പറയുന്നത് മൈനസ് എം ജി ആണ്. Component of mg along the y-axis is minus mg. Component of normal force n is equal to പോസിറ്റീവ് n ആണ്. അതുപോലെ ഒരു ടി സൈൻ തീറ്റയും ഉണ്ട് ഈ ഒരു ഭാഗത്ത് അല്ലെ, മുകളിലോട്ട്. അപ്പൊ ടി സൈൻ തീറ്റയും പോസിറ്റീവ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ടി സൈൻ തീറ്റ എന്നും കിട്ടി. ഇത് നമ്മൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മുകളിലേക്കുള്ള ഫോഴ്സുകൾ
n പ്ലസ് ടി സൈൻ തീറ്റയാണ്. ആ n പ്ലസ് സൈൻ തീറ്റ എന്തിനോട് ഈക്വൽ ആയിരിക്കണം? താഴേക്ക് പോകുന്ന എം ജിയോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇതിപ്പോ നമ്മൾ ഡയറക്ഷൻ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. n പ്ലസ് ടി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എം ജി എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഞാൻ ഇവിടെ മൈനസ് എം ജി എന്ന് എഴുതിയിരിക്കുന്നത്, കൺഫ്യൂഷൻ ആവേണ്ട. നമ്മൾ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ n പ്ലസ് സൈൻ തീറ്റ, n പ്ലസ് ടി സൈൻ തീറ്റ മൈനസ് എം ജി ഈസ് ഈക്വൽ ടു 0. നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n ആണ്. അപ്പൊ നോർമൽ ഫോഴ്സ് n ഈസ് ഈക്വൽ ടു എം ജി മൈനസ് ടി സൈൻ തീറ്റ എന്നാണ് വരുന്നത് അല്ലേ. അതിന് നമ്മൾ മറ്റേ സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ പോസിറ്റീവ് സൈൻ നെഗറ്റീവ് ആവും, നെഗറ്റീവ് സൈൻ പോസിറ്റീവ് ആവും. അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നോർമൽ ഫോഴ്സ് n ഈസ് ഈക്വൽ ടു എം ജി ഇൻറ്റു ടി സൈൻ തീറ്റ എന്ന് കിട്ടി. ഇത് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? ടി കോസ് തീറ്റ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ടി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പൊ ഇതിനകത്തുനിന്ന് എനിക്ക് ടി കണ്ടുപിടിക്കാമല്ലോ. അപ്പം ടി എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ അല്ലേ. അപ്പം ടി എന്ന സ്ഥലത്ത് എനിക്ക് ഈ വാല്യൂ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ n ഈസ് ഈക്വൽ ടു എം ജി മൈനസ് എം എ ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതാലോ. ഇനി എന്താ എഴുതാൻ പറ്റും? എനിക്ക് ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. ഈ എമ്മിനെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നോർമൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം ജി മൈനസ് എം എ ടാൻ തീറ്റ എന്ന് എഴുതാം. എം ഇൻറ്റു ജി മൈനസ് എ ടാൻ തീറ്റ എന്നും എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മളതിലേക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റു വീഡിയോസ് കൂടി കണ്ടു നോക്കുക. താങ്ക് യു.